കാല് ശരിക്കും ഉണങ്ങിയോ? ഉണങ്ങിയിട്ടില്ല. അപ്പോ ഇത് സ്കിൻ ട്രാപ്പ് ചെയ്തത് ശരിയായില്ല. ശരിയാകാത്തത് കൊണ്ട് ചെറിയ രീതിയിൽ പഴുപ്പുകൾ കാര്യങ്ങൾ വന്നു. പഴുപ്പ് കാര്യങ്ങൾ വന്നപ്പോൾ പിന്നെ അവിടെ പൂനെ പോയിട്ട് കാല് മുകളിൽ നിന്ന് മുറിക്കണമെന്ന് പറഞ്ഞു. ഈ ഡോക്ടർ പറഞ്ഞ് ഇത് പൈപ്പ് മുള കൊണ്ട് കയറിക്കൊണ്ടിരിക്കും, മുകളിൽ നിന്ന് മുറിച്ചിട്ട് കാല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും, അല്ലാണ്ട് ഇത് യാതൊരു കാരണവശാലും കാല് നിങ്ങൾ റെഡി ആവില്ല എന്ന്. അപ്പൊ നമ്മൾ ആ വെപ്രാളത്തിലും കാര്യങ്ങളിലൊക്കെ അന്ന് പറഞ്ഞാല് ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. കാർഗിൽ യുദ്ധം നടക്കുമ്പോഴാണല്ലോ ഈ മൈൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് സംഭവിച്ചത്. അതെ അതെ. അതിന്റെ മെസ്സേജ് വീട്ടിലെത്തിയോ? ഇല്ല. വീട്ടിലാരോടും അറിയില്ല? വീട്ടിലാരും അറിയില്ല. ഞാൻ കത്തയച്ചു. കത്ത് ഞാൻ വീട്ടിലേക്ക് അയച്ചത് അറിയിച്ചിട്ടില്ല. വീട്ടുകാർ വിഷമിക്കണ്ടെന്ന് അറിയിച്ചിട്ടില്ല. അന്ന് മാരീഡാണോ? മാരീഡാണ്. 96 3 വർഷമായിട്ടുണ്ടാവും മാരേജ് കഴിഞ്ഞിട്ട്. കുഞ്ഞുങ്ങളുണ്ടായിരുന്നു? അപ്പൊ ഒരു മോളുണ്ടായിരുന്നു. മോളുണ്ടായിരുന്നു. അന്ന് കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 2 വയസ്സ്. എന്നിട്ട് ഉദംപൂർ MH നേരെ ജലം എക്സ്പ്രസ്സില് പൂനെയിലോട്ട് വന്നു. പൂനെയിലോട്ട് നമ്മൾ അവിടെ വരുന്ന വരെയുള്ള അവസ്ഥ എന്താണ് നിങ്ങളുടെ? വരുന്ന വരെയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ കാല് ശരിക്കെന്ന് പറയുന്നത് കഴിഞ്ഞാല് നമ്മൾ ഈ ഡ്രസ്സിങ് ചെയ്തതിന്റെ മുകളിൽ കൂടെ പഴുപ്പ് വരുന്നിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഇതിന്റെ മണം വരുന്നുണ്ട്. ഭയങ്കര ആൾക്കാരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക ട്രെയിനിങ്ങിൽ. അങ്ങനെ എൻ്റെ കൂടെയുള്ള പുള്ളിക്കാരൻ അനിൽ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഡെറ്റോൾ കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു. ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ മണമൊക്കെ വരുമല്ലോ. അത് പൗഡറും കാര്യങ്ങളും ഡെറ്റോളൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ പൂനെയിലെ ആർട്ടിഫിഷ്യൽ ലിംബ് സെൻ്ററിലെത്തി. ലിംബ് സെൻ്ററിൽ എത്തിയതിന് ശേഷം അവിടുന്ന് ഡോക്ടർ വന്ന് അയച്ചു നോക്കിയാൽ ആളും പറഞ്ഞ് ഇതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, മുകളിൽ നിന്ന് മുറിക്കണമെന്നാണ്. അങ്ങനെ എനിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത്, കാർഗിൽ യുദ്ധത്തിൽ മൈൻ ബ്ലാസ്റ്റ് ചെയ്ത് ഒരു കാലിൻ്റെ പാദം മുറിച്ച് മാറ്റിയ ശേഷം ആ മുറി ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ ക്ലാസ്സിലെ ഉദംപൂർ എന്ന സ്ഥലത്ത് നിന്നിട്ടും നേരെ പൂനെയിലോട്ട് പോവുകയാണ്. ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണത്. മുറി ഉണങ്ങിയിട്ടില്ല, ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര. എത്ര ഭീകരമാണെന്നൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഈ മണവും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഇതിന്റെ വാട വരുന്നുണ്ട്. അപ്പോൾ ഈ അടുത്തുള്ള പാസഞ്ചേഴ്സ് നോക്കുന്നത് നമ്മൾ പട്ടാളക്കാർ എന്ത് അവരെ പോലെ തന്നെ നമുക്ക് SU ഇല്ല, ഒന്നുമില്ല. അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അന്ന് നമ്മൾ യുദ്ധം കഴിഞ്ഞ് 25 വർഷം 26 വർഷം കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ഫെസിലിറ്റീസ് ഒന്നും വന്നിട്ടില്ല. ഹെലികോപ്റ്റർ കാര്യങ്ങള് എല്ലാവിധ സജ്ജീകരണങ്ങളും പലതും കൊടുക്കുന്നുണ്ട്. അതെ, നമ്മൾ കാർഗിൽ യുദ്ധവും ഉണ്ടാകാൻ കാരണം അത് തന്നെയല്ലേ. നമ്മളെ പട്ടാളക്കാർ അവിടെ എന്ന് പറഞ്ഞാൽ 6 മാസം നമ്മളെ പട്ടാളക്കാർ അവിടുന്ന് വിഡ്രോ ചെയ്ത് വരിക. ഐസ് വീഴുന്ന സമയത്ത് അങ്ങനെയാണ് സ്വാഭാവികമായിട്ട്. അന്ന് നമ്മളിൽ അങ്ങനത്തെ ഫെസിലിറ്റി ഇല്ല. അന്ന് ബൂട്ടും വസ്ത്രങ്ങളൊന്നും നമുക്ക് പട്ടാളക്കാർക്ക് അന്ന് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഐസ് ഉരുകി തീരുമ്പോൾ അങ്ങോട്ട് ചെല്ലുന്നത്. അതാ ആ സമയത്താണല്ലോ ഈ പട്ടാളക്കാരും തീവ്രവാദികളും എല്ലാം കൊണ്ട് കൂട്ടുപിടിച്ചിട്ട് വിദേശ സഹായത്തോട് കൂടിയിട്ട് ബങ്കറുകളും വെടിക്കോപ്പുകളും ഒക്കെ വെച്ചിട്ട് അവിടെ അവസരം കിട്ടി സെറ്റപ്പ് ചെയ്ത് നിൽക്കുന്നേ. അതെ, അതായത് നമ്മുടെ ഐസ് സ്നോ ഫാൾ കൂടുതലായപ്പോൾ നമ്മള് സാധാരണ ഡ്രോപ്പ് ആവും പോലെ അവിടുന്ന് പോസ്റ്റ് വിട്ട് ഡ്രോപ്പായി. ആ സമയത്ത് അവര് എല്ലാവിധ പ്രിക്കോഷൻസോട് കൂടിയിട്ട് അവരെ സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടാണല്ലോ അവരവിടെ തമ്പടിച്ചിരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ അവര് മലേന്റെ മുകളിലാണ്. നമ്മളെ പട്ടാളക്കാര് നേരിട്ട് അവര് പിന്നെ ഏരിയയിലേക്ക് കയറി ചെല്ലുമ്പോ പക്ഷേ അവർക്കെല്ലാം കാണാമല്ലോ. പക്ഷെ അശോക് സാർ ഇപ്പോഴത്തെ അവസ്ഥ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് മാറ്റങ്ങൾ പറഞ്ഞാൽ നമ്മള് വിചാരിക്കുന്ന കൂടുതൽ അപ്പുറം മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം അനുഭവേ ഗുരു എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ, അനുഭവമാണല്ലോ നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് അങ്ങനെ ട്രെയിൻ നമ്മൾ ഈ കഥ പറയുന്ന ഒരു 25 വർഷം മുന്നേയുള്ള കാര്യമാണ്. അതെ, അത് നമ്മൾ ആലോചിക്കണം. അന്ന് ട്രെയിൻ എന്ന് പറഞ്ഞാല് ജമ്മു വരെ ട്രെയിനുള്ളൂ. അവിടെ ഉദംപൂരിലോട്ട് ട്രെയിൻ ഒന്നുമില്ല. നമ്മള് അവിടെ തന്നെ ഉദംപൂരിൽ തന്നെ ജമ്മുവിൽ എത്തണമെങ്കിൽ ഒരു 2-3-4 മണിക്കൂർ എടുക്കും. അതെങ്ങനെ വന്ന് കോൺവോയിൽ വന്നോ? അത് കോൺവോയിൽ വന്ന്. അല്ല, അപ്പൊ എങ്ങനെ ഈ മിലിറ്ററി ഹോസ്പിറ്റലുകാര് ഒരു ട്രെയിനിലോട്ട് വിട്ടു? അവര് ആംബുലൻസ് വിട്ടു തന്നില്ലേ? ഇപ്പൊ ഒന്നുമില്ല. ബസ്സിൽ വന്നു. പിന്നെ ജമ്മുവിൽ നിന്ന് പിന്നെ ജലം എക്സ്പ്രസ്സിൽ സെക്കൻഡ് ക്ലാസ് കയറി പൂനെയിൽ എത്തണമെങ്കിൽ 2-2.5 ദിവസം വേണമല്ലോ. പൂനെയിലെത്തി, LC സെന്ററിലെത്തി. അവിടുന്ന് ഡോക്ടർ നോക്കുമ്പോൾ ഒന്നിച്ച് പഴുത്ത് കിമറി കെട്ടുകിടക്കുകയാണ്. അപ്പൊ പഴുപ്പ് മേലോട്ട് കയറി. അതിനുശേഷം മുകളിൽ നിന്ന് മുറിക്കാന്ന് പറഞ്ഞു. അപ്പം നമ്മളൊരു മലയാളി മേജർ ഉണ്ടായിരുന്നു. അപ്പം തിരുവനന്തപുരത്തുകാരൻ സുരേഷ് സാർ ഉണ്ടായിരുന്നു.
പുള്ളിക്കാരൻ ഓർത്തോ ഡോക്ടറായിരുന്നോ? ഓർത്തോ ഡോക്ടർ, സർജറി ഓർത്തോ ഡോക്ടർ. സർജൻ. അപ്പൊ പിന്നെ ഈ മലയാളി ആയതിനെ കൊണ്ട് അയാള് എന്നോട് പറഞ്ഞു, അശോകൻ കുഴപ്പമില്ല. നമ്മൾ എന്താ വെച്ചാല് ഈ പിന്നെ ALC സെന്ററിൽ രാവിലെ ബ്രിഗേഡിയർ വന്നിട്ട് നമ്മളെ പിന്നെ റൗണ്ട്സ് എടുക്കും. പട്ടാളക്കാരിങ്ങനെ കിടക്കുമ്പോൾ കാല് മുറിച്ചോ എങ്ങനെയുണ്ടെന്നൊക്കെ കഴിച്ചിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പൊ അവര് പിന്നെ ഓരോരോ ബെഡിൽ ഇങ്ങനെ കിടക്കും. നമ്മളിങ്ങനെ കാലൊക്കെ പൊന്തിച്ച് ഇങ്ങനെ മുറിച്ചിട്ട് കാണിച്ചു കൊടുക്കും. അപ്പം പിന്നെ അവർ നോക്കും ഇതെന്താ ചെയ്യേണ്ടതെന്ന് അയാൾ പറയും. ഒന്നുകിൽ അയാൾ പറയും ഇത് മുറിച്ച്, അല്ലെങ്കിൽ വീണ്ടും ഓപ്പറേഷൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഇയാൾ പിന്നെ കാല് വെച്ചു കൊടുക്കുന്നവർ അങ്ങനത്തെ പിന്നെ പറഞ്ഞിട്ടാണ് അവർ പോവാ. അപ്പോൾ എന്നോട് ഒരു ദിവസം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ സുരേഷ് സാറേ എന്ത് ചെയ്യും, എൻ്റെ കാലെങ്ങനെയെങ്കിലും കുറച്ച് ഈ ഭാഗം കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നിലത്തൂന്നി വെച്ച് നടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞ അശോകൻ പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. നാളെ വരുമ്പോൾ ആ ബ്രിഗേഡിയർ വരുമ്പോൾ നീ ബെഡിൽ വേണ്ട, സ്ട്രെച്ചറിൽ വെച്ചിട്ട് ബാത്റൂം പോകാൻ പറഞ്ഞാൽ പോയാൽ മതി. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ബാത്റൂം പോകാൻ സാറേ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ ഓഫീസേഴ്സ് അല്ലേ, അവർ നോക്കി അങ്ങ് പോകും. ഒരാളൊന്നും ഇല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുകയില്ല. നമ്മൾ ബാത്റൂമിൽ പോയി ഞാൻ റൗണ്ട്സ് കഴിഞ്ഞ ശേഷം എല്ലാം വന്ന് ഓപ്പറേഷൻ ചെയ്താലോ, ഞാൻ സാറ് പറഞ്ഞ പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ എന്തായാലും നമുക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം അയാൾ അണ്ടറിൽ കൊണ്ടുപോയിട്ട് അന്ന് പറ്റിയതെന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഭാഗത്ത് പറ്റിയത് അതിൻ്റെ മുകളിൽ വെച്ച് മുറിച്ചു. വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് കാലിന് ട്യൂബും കാര്യങ്ങളും ഇതൊക്കെ ഇട്ട് പിന്നെ അവിടുന്ന് എനിക്ക് ആ സാറ് പുറത്തേക്ക് ഗുളികയ്ക്ക് മരുന്നൊക്കെ തന്ന് എൻ്റെ കാല് ആ സാറാണ് ഉണക്കി തന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അത് അപ്പോഴേക്കും. ആ ഡോക്ടറിൻ്റെ പേരെന്താണ്? സുരേഷ് സാറിനാണ് ഈ അവ ഇത്ര ഓർമ്മയില്ല. അദ്ദേഹത്തെ സുരേഷ് സാറിനാണ് എനിക്ക് തോന്നുന്നത്. കുറേ വർഷമായില്ല, 24 വർഷമായി. അപ്പം എന്നോട് പറഞ്ഞു പിന്നെ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും മേജറോ റാങ്ക് ആയിരുന്നു? മേജർ AMCയുടെ സുരേഷ് സാറിനാണ്. അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഗൗരവപരമായിട്ടുള്ള ഇടപെടലിലൂടെയും അദ്ദേഹത്തിൻ്റെ സർജറിയിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വിധത്തിൽ കുറച്ച് മാത്രം മുറിച്ച് മാറ്റപ്പെട്ട് ഇന്ന് നടന്നു പോകാൻ പറ്റാവുന്നൊരവസ്ഥയിൽ ആക്കി കൊടുത്തത്. ആ ഡോക്ടറിനെ പൂനെയിൽ വെച്ചായിരുന്നു അല്ലേ? പൂനെ ALC സെൻറ്ററിൽ. പൂനെ ALC സെൻറ്ററിലായിരുന്നു ആ ഡോക്ടർ സേവനം അനുഷ്ഠിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഞങ്ങളുടെ വക ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ. പിന്നെ അവിടുന്ന് പിന്നെ അപ്പോൾ ഏകദേശം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഓപ്പറേഷൻ വിജയ് എന്നാണല്ലോ കാർഗിൽ. ഓപ്പറേഷൻ വിജയ്. അപ്പോൾ ഓപ്പറേഷൻ വിജയിൽ ഉൾപ്പെട്ട ആൾക്കാർ പിന്നെ നമ്മൾ നാട്ടിൽ പോകാൻ പറഞ്ഞിട്ട് നമ്മൾ സ്വയം സൈൻ ചെയ്ത് കൊടുത്ത് നാട്ടിൽ പോകാൻ പറഞ്ഞ് പിന്നെ ഒരു ഓർഡറൊക്കെ വന്നിരുന്നു. അവർക്ക് എന്നാ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കാം, നമ്മളെ പിന്നെ പെൻഷൻ തന്നെ നമ്മളിപ്പോൾ പിന്നെ സാലറി തന്നെ പെൻഷനായിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ വന്നിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സ്വയം ഒപ്പിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എവിടെയും കേസിന് കാര്യങ്ങളും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആരും ഒപ്പിടാൻ തയ്യാറായില്ല. അതിനുശേഷം പിന്നെ അവിടുത്തെ ഡോക്ടർമാരെല്ലാം കൂടി ആർമി ഹെഡ്ക്വാർട്ടറിൽ നിന്ന് ആൾ വന്ന് ശേഷം പറഞ്ഞു അതിൽ പാട്ട് ഓർഡർ ഉണ്ടല്ലോ, നമ്മളെ CEO യൂണിറ്റിൽ നിന്ന് പാട്ട് ഓർഡർ ഈ ഓപ്പറേഷൻ വിജയിൽ ഉൾപ്പെട്ട ആളാണോ എന്നറിയാം. അതിൽ പാട്ട് ഓർഡറൊക്കെ വാങ്ങി കൊണ്ടുകൊടുത്ത് ഡോക്ടർ കൊണ്ടുകൊടുത്തതിന് ശേഷം നമ്മളെ കാറ്റഗറി E ആക്കിയതിന് ശേഷം ഡിസ്ചാർജ് ചെയ്തു. അന്ന് നാഷണൽ ഡിഫൻസ് ഫണ്ട് എന്നൊരു ഫണ്ടും നമ്മളെ അന്നത്തെ എന്തോ പിന്നെ 3600 റുപ്യ അങ്ങനെ ഉള്ളൂ. അന്നത്തെ 25 വർഷം മുന്നേ ഉള്ള 3600 റുപ്യ ആയിട്ടാണ് അന്ന് നാട്ടിൽ വരുന്നത്. അന്ന് പിന്നെ നമുക്ക് ഡിസേബിലിറ്റി പെൻഷൻ, സർവീസ് പെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഒരു പെൻഷനേ ഉള്ളൂ. അന്ന് നമ്മൾ അറിയുന്നില്ല നമുക്ക് എന്താ കിട്ടുന്നതെന്നൊന്നും. നമ്മൾ കിട്ടുന്നത് വാങ്ങി വരിക തന്നെ. അങ്ങനെ നാട്ടിലെത്തിയതിന് ശേഷമാണ് എൻ്റെ പെൻഷനും കാര്യങ്ങളൊക്കെ പിന്നെ റെഡിയായി വന്നത്. അത് തന്നെ അവിടുന്ന് യൂണിറ്റിൽ നിന്ന് ഒരു പിന്നെ 2 ക്ലർക്കുമാർ വന്നിട്ട് നമ്മളിവിടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എങ്ങനെയാണ് എന്താണ് പിന്നെ അവർ നമ്മളെ സാധനങ്ങൾ അടക്കം അവിടുന്ന് വേറെ ആൾ കൊണ്ടു തന്നെ. ഞാൻ സാധനം ഒന്നും എടുക്കാണ്ട് ഒന്നുമില്ലാണ്ട് നാട്ടിൽ യൂണിറ്റിൽ പിന്നെ പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ മൈൻ ബ്ലാസ്റ്റിന് ശേഷം നേരെ ആദ്യം വന്നത് ശ്രീനഗർ MH മിലിറ്ററി ഹോസ്പിറ്റല്, അതിനുശേഷം ഉദംപൂർ കമാൻഡോ ഹോസ്പിറ്റല്, അതിനുശേഷം ഇവിടെ പൂനെ ALC സെന്ററിൽ അവിടെ വന്നു. അപ്പൊ ഈ 3 സ്ഥലത്തും 2 സ്ഥലത്ത് സർജറി കഴിഞ്ഞു. അവിടെയും സർജറി ചെയ്തു, കുറച്ച് കട്ട് ചെയ്ത് മാറ്റി. പിന്നെ കമാൻഡ് ഹോസ്പിറ്റല് ഉദംപൂര് അവിടെയും ചെയ്തു. അതിനുശേഷം തിരിച്ച് യൂണിറ്റിലോട്ട് പോകേണ്ട അവസ്ഥ വന്നില്ല. അപ്പൊ ഈ മെഡിക്കൽ ബോർഡെല്ലാം ALC സെന്റർ പൂനെയിൽ തന്നെ വെച്ച് നടത്തി. ALC സെന്റർ നമ്മൾ ഡിസ്ചാർജ് ആക്കാൻ വേണ്ടി കൊണ്ട് പിന്നെ നമ്മള്
കിർക്കി MH ആവുക. മിലിറ്ററി ഹോസ്പിറ്റൽ ഹെൽത്ത് സെന്ററിന് MH തിരിച്ച് അപ്പോൾ കമാൻഡ് ഹോസ്പിറ്റലിൽ പോയി. കമാൻഡ് MH പോയി. മിലിറ്ററി ഹോസ്പിറ്റല് പിന്നെ പൂനെയില് പോയി. പൂനെ മിലിറ്ററി ഹോസ്പിറ്റൽ ഉണ്ടല്ലോ പൂനെയിൽ. അവിടെ നിന്നാണ് നമ്മളെ കാര്യങ്ങളും ലെറ്ററും വരാനും പിന്നെ യൂണിറ്റിന് ലെറ്ററൊക്കെ വരുത്തിച്ച് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവിടെ നിന്നാണ് ഡിസ്ചാർജ് ആവുന്നത്. ഈ ഡിസ്ചാർജ് ആവുന്നത് പട്ടാളത്തിൽ നിന്ന് പെൻഷൻ ആവും പോലെ ആയിരുന്നു. അതെ പട്ടാളത്തിൽ നിന്ന് പെൻഷൻ ആവും പോലെ. അപ്പൊ ഈ ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ALC സെന്റർ പൂനെ വെച്ച് നടന്നു. അല്ല MH വെച്ച് നടന്നു. ALC ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ച് പൂനെ MH നമുക്ക് കാലും കൈയൊക്കെ അവിടുന്ന് MH നമ്മളെ പിന്നെ ഡിസ്ചാർജും കാര്യങ്ങളും എല്ലാം പിന്നെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് നടത്തിയത്. അതിനുശേഷം നമ്മളെ കൂടെ ഒരാളെ വിട്ടു, നമ്മളെ വീട്ടിലെത്തിയതിന് ശേഷം വീണ്ടും ടോട്ടൽ എത്ര വർഷം സർവീസ് ചെയ്തു? 12 വർഷം. 12 വർഷം ടോട്ടൽ സർവീസ്. ഇതിന് ശേഷം വീണ്ടും MH വിളിപ്പിച്ചു. ഈ ഉദംപൂര് കമാൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് പൂനെയിലോട്ട് ALCയിലോട്ട് വന്നല്ലോ. ALCയും പൂനെ MHഉം ടോട്ടൽ എത്ര സമയം അവിടെ ഉണ്ടായിരുന്നു പൂനെയിൽ? ഏകദേശം MHയും പൂനെ എല്ലാം കൂടി ഒരു വർഷത്തോളായി. ഒരു വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സമയമായിട്ടും വീട്ടിൽ അറിയിച്ചിട്ടില്ലേ? വീട്ടിൽ അറിയിക്കാൻ പറഞ്ഞാല് ഞാൻ പിന്നെ പൂനെയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജമ്മുന്ന് പോസ്റ്റിംഗ് ആയിട്ട് പൂനെയിൽ വന്നാണ്. അങ്ങനെ പറഞ്ഞു. ഞാൻ പൂനെയിലാണുള്ളത്. അപ്പൊ ALC സെന്റർ പൂനെ അറിയില്ലല്ലോ. യുദ്ധത്തിൽ പങ്കെടുത്ത കാര്യം പറഞ്ഞില്ല? അതൊന്നും പറഞ്ഞില്ല. അത് പറഞ്ഞിട്ടില്ല. കാല് മുറിക്കിച്ച് മാറ്റപ്പെട്ടതോ അതും പറഞ്ഞില്ല? ഒന്നും പറഞ്ഞില്ല. പിന്നെ ഏതോ ഒരു കാരണവശാല് എന്റെ ഈ പൂനെയിൽ സഹപ്രവർത്തകൻ പൂനെയിൽ ഉണ്ടായിരുന്നു. സുരേഷ് എന്നാണ് പുള്ളിക്കാരന്റെ പേര്. എന്റെ നാട്ടുകാരൻ തന്നെയായിരുന്നു. പിന്നെ മേപ്പയൂരിലെ സുരേഷ്. പുള്ളിക്ക് 2 കാലുമില്ല. ആ പുള്ളിക്കാരൻ ഞാൻ ഉള്ള സമയത്ത് ALC സെന്റർ പൂനെയിൽ ഉണ്ടായിരുന്നു. ALC സെന്ററിൽ പൂനെയിൽ പുള്ളിക്കാരന് പിന്നെ ഗ്ലേസിയറിന് പിന്നെ കാല് 2 പരിക്ക് പറ്റിയിട്ട് മുറിച്ചു മാറ്റിയതാണ്. ഞാനിങ്ങനെ ദുഃഖിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ, കല്യാണം കഴിഞ്ഞ് ചെറിയ മോളുണ്ട്, ദുഃഖിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ 2 കാലില്ലാത്ത സുരേഷ് വന്ന് എന്നെ സമാധാനിപ്പിക്കൂ. അശോകേട്ടനെ വിഷമിക്കുന്നത് എൻ്റെ കാല് കണ്ടില്ലേ, എനിക്ക് അശോകേട്ടൻ ഇത്രയല്ലേ പോയുള്ളൂ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമുക്ക് പേടിയും എപ്പോഴും കാര്യങ്ങളല്ലേ. ഇനി അങ്ങോട്ട് എന്താണ്, ഇനി എങ്ങനെയാണ്, പട്ടാളത്തിൽ തുടരാൻ പറ്റുമോ, അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് ഇനി എന്താണ് ചിന്ത. ഇനിയിപ്പോൾ നാട്ടിൽ വന്നു ഞാൻ, ഓപ്പറേഷൻ വിജയിൽ ഉൾപ്പെട്ട ആളൊക്കെ കൊടുത്ത് എല്ലാം പിന്നെ പാട്ടുപാടറോ കാണിച്ച് OP വിജയ പിന്നെ പക്ക അറിഞ്ഞതിന് ശേഷം നാട്ടിൽ വന്നിട്ട് പെൻഷൻ എപ്പം കിട്ടും, എങ്ങനെ ജീവിക്കൂ, എന്താണെന്നൊക്കെ ഒരു തീരുമാനം, ഒരു മാനസിക പ്രയാസമാണ്. കല്യാണം കഴിച്ചു, പിന്നെ സ്വന്തമായി സ്ഥലം വാങ്ങിയിട്ടില്ല, വീടുണ്ടാക്കിയിട്ടില്ല. കല്യാണം കഴിച്ച് ഏകദേശം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഇൻസിഡന്റ്? 3 വർഷം ആയിട്ടുള്ളൂ. അപ്പൊ എനിക്കൊരു ചോദ്യം ഉള്ളത്, നമ്മൾ പൂനെയിൽ നിന്ന് ഡിസ്ചാർജ് ആയതോ? ഡിസ്ചാർജ് ആയത് ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഡിസ്ചാർജ് അല്ല, ടോട്ടൽ ആർമിയിൽ നിന്ന് തന്നെ ഡിസ്ചാർജ് ആയിട്ടാ വരിക. അതിന് എങ്ങനെയാ നോക്കിക്കണ്ടത്? അത് പിന്നെ അതായത് ഞാൻ നാട്ടിൽ വരുന്നതിന് മുന്നേ ഞാൻ ഒരു ഏകദേശം നമ്മളെ വീട്ടിൽ ചെറിയൊരു അറിയിപ്പ് കൊടുക്കണമല്ലോ. അറിയിപ്പ് കൊടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ കാലിക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അതല്ലാണ്ട് എൻ്റെ വീട്ടുകാരറിയാണ്ട് സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ഏകദേശം അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അശോകൻ ഇങ്ങനെ കാലില്ല എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടത്. അത് സുരേഷാണ് എൻ്റെ സുഹൃത്ത് സുരേഷ് നാട്ടുകാരോട് പറഞ്ഞു ഇങ്ങനെ അശോകേട്ട ഇവിടെ ഉണ്ട് പൂനെയിൽ, പിന്നെ അങ്ങനെ മൂപ്പർക്ക് കാലിക്ക് ചെറിയൊരു പരിക്കുകളും കൂടുതലായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് നാട്ടുകാർക്ക് മൊത്തം അറിയായിരുന്നു, പക്ഷേ എൻ്റെ വീട്ടിൽ അറിയിച്ചിട്ടില്ല. ഈ നാട്ടുകാർ അറിഞ്ഞ സ്നേഹിതരും നാട്ടുകാരും വീട്ടിൽ ഈ കാര്യം പറഞ്ഞില്ല. അശോകന്റെ കാൽ നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞില്ല. ഞാൻ എൻ്റെ വൈഫിന് കത്തെഴുതി, വൈഫോട് പറഞ്ഞു എനിക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ടോ കാലിക്ക്, വലിയ കാര്യങ്ങളൊന്നും വലിയതായിട്ടൊന്നും അങ്ങനെ പറ്റിയിട്ടൊന്നുമില്ല, നടക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി. അന്നപ്പോൾ സ്ട്രെച്ചറിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അന്നപ്പോൾ കൃത്രിമ കാലെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ബൂട്ട് അവിടെ നിന്ന് തരും. ALC സെന്ററിന് റെയിൽവേ സ്റ്റേഷനിൽ ആരും വന്നിട്ടുണ്ടായിരുന്നു? വീട്ടിൽ നിന്ന് ഭാര്യയും പിന്നെ മോളും പിന്നെ എൻ്റെ സുഹൃത്തുക്കളും പിന്നെ എൻ്റെ ഭാര്യൻ്റെ ആങ്ങളെയും 3-4 പേര് വന്നിരുന്നു. അപ്പം ഞാൻ ഷൂ ഒക്കെ ഇട്ട് നടക്കുന്നു ഉണ്ടെന്ന് കാണാനൊന്നും പറ്റിയില്ല. ഷൂ ഒക്കെ ഇട്ടുണ്ട് സ്ട്രെച്ചറിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ വരുന്നത് നാട്ടിൽ വന്നപ്പം എല്ലാവരും നാട്ടിൽ മീഡിയക്കാരൊക്കെ വന്നു. മാതൃഭൂമി, മനോരമ, പിന്നെ ദേശാഭിമാനി, കൗമുദി, എല്ലാ പത്രക്കാരും വന്ന് കാര്യങ്ങളൊക്കെ പേപ്പറിലൊക്കെ വന്ന് നോക്കുമ്പം ഫുൾ ജനങ്ങൾ
എന്നെ സന്ദർശിക്കാൻ വേണ്ടി കൊണ്ട്. ഇപ്പം കാർഗിൽ യുദ്ധത്തിൽ നാട്ടിലൊക്കെ ചിലപ്പം കേരളത്തിൽ ഈ കാർഗിൽ യുദ്ധത്തെ പറ്റി കോഴിക്കോട് ജില്ലയിൽ ഇപ്പം ഞങ്ങൾ 1-2 പേരെ ഉണ്ടാവും. ഒരു രാജേഷ് ഉണ്ട്, കണ്ണൂരിലെ രാജേഷ്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ ചിലപ്പം പരിക്ക് പറ്റി ഞാനേ ഉണ്ടാവും. മരിച്ച ക്യാപ്റ്റൻ വിക്രമൊക്കെ മരിച്ചിട്ടുണ്ട്. പരിക്ക് പറ്റി ചിലപ്പോൾ ഞാനേ ഉണ്ടാവും കോഴിക്കോട് ജില്ലയിൽ. ഈ ഓപ്പറേഷൻ വിജയിൽ ഉൾപ്പെട്ട കേട്ടോ. അല്ലാത്ത രീതിയിൽ OP രക്ഷകലും OP പവനിലും ഒക്കെ പറ്റിയ ആൾക്കാരൊക്കെ അതേ നമ്മളെ ആർമിയിൽ ഓരോരോ പരിക്കിന് ഓരോ പേര് കൊടുക്കാമല്ലോ ഓരോരോ യുദ്ധം വരുമ്പോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ വന്നു, വൈഫ് കണ്ടു. കണ്ടതിന് ശേഷം നമ്മൾ ഏതായാലും നടക്കുന്നതിന്റെ കുഴപ്പമൊന്നുമില്ല, മാനസികമായിട്ട് പ്രയാസവും കാര്യങ്ങളൊന്നും തോന്നിയില്ല. എന്നാലും നാട്ടിൽ പോയിട്ട് കാലൊക്കെ ഒന്ന് കഴിച്ചു കണ്ടപ്പോൾ അന്നപ്പം മാനസികമായിട്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ. വീട്ടിൽ പോയിട്ടാണോ അവർ കാണുന്നത്? അതെ 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 അതെ, കാലമൊക്കെ കാണുന്ന വീട്ടിൽ പോയിട്ട്. അത് ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. വീട്ടിൽ പോയ ശേഷം ഇത് അയച്ച് അന്ന് കാണുന്നത്. അപ്പോഴും നാട്ടുകാർ എല്ലാവരും വന്നിങ്ങനെ വന്നിരിക്കുന്നു പറഞ്ഞപ്പോൾ എൻ്റെ പിന്നെ സുഹൃത്ത്, 2 കാലില്ലാത്ത എൻ്റെ സുഹൃത്ത് ചെസ്റ്ററിൻ്റെ മുകളിൽ, എൻ്റെ വീട് എന്ന് പറഞ്ഞ ഒരു മലേൻ്റെ മുകളിലാണ്. അന്ന് വാഹന സൗകര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെമ്മൺ പാതയാ, ഒന്നാണ്. അത് അയ്യറുള്ള ജീപ്പ് മാത്രമേ കയറും. അപ്പൊ മലേന്റെ മുകളിൽ എൻ്റെ വീട്. അപ്പൊ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, എൻ്റെ മലേന്റെ മുകളിൽ എനിക്ക് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒരു വീട് ഉണ്ടാക്കണോ, അവിടെ താമസിക്കണം എന്നൊക്കെ പണ്ടേയുള്ള സ്വപ്നമായിരുന്നു. ഞാൻ ഒന്ന് പറഞ്ഞല്ലോ, എൻ്റെ കർഷക തൊഴിലാളി കുടുംബമാണ്, അച്ഛൻ പണിക്ക് വന്ന ആളാണ്. നമ്മള് പിന്നെ പട്ടാളത്തിൽ പോയതിന് ശേഷമാണ് വീട്ടില് ചെറിയ കാര്യങ്ങളൊക്കെ. പെങ്ങളുണ്ട്, എൻ്റെ അനിയനുണ്ട്, പെങ്ങളുണ്ട്. പെങ്ങളെ പട്ടാളക്കാരനാണ് കല്യാണം കഴിച്ചത്. അപ്പം പെങ്ങളെ കല്യാണത്തിനും ചെറിയ വീടൊക്കെ പിന്നെ ചെറിയ പണ്ടത്തെ വീട് വരയ്ക്കാം, അതൊക്കെ മോഡിഫൈ ചെയ്ത് അതൊക്കെ നമ്മളെ ഈ പിന്നെ 2-4 വർഷത്തെ സർവീസ് പൈസ കൊണ്ടൊക്കെ, വീട്ടിലെ കുറച്ച് പൈസ നമ്മളെ പൈസ കൊണ്ടൊക്കെ ചെറിയ വീടൊക്കെ ചെറിയ രീതിയിലൊക്കെ നന്നാക്കി ചെറിയ സെറ്റപ്പൊക്കെ ആയേ. അതിന് ശേഷം എനിക്ക് ഏതായാലും ഞാൻ തോന്നിയെന്ന് വെച്ചാൽ മലേൻ്റെ മുകളിലാണ്. മലേൻ്റെ മുകളിൽ പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. അന്ന് വാഹനങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് താഴെത്തണം ഇന്ത്യയുടെ എടുത്തുകൊണ്ടുകൊണ്ടേ എവിടെ പോകണമെങ്കിൽ. അങ്ങനെ ഞാൻ താഴ്ന്ന പ്രദേശങ്ങളിൽ അന്ന് ചെറിയൊരു ഫണ്ട് എനിക്ക് കിട്ടിയിരുന്നു, പിന്നെ ഇവിടെ നിന്ന് ആർമി വെൽഫെയർ ഫണ്ടില്ലേ. അപ്പോൾ ആ ഫണ്ട് ഒരു 3 ലക്ഷം കിട്ടിയിരുന്നു അന്നപ്പോൾ. അപ്പം ഞാൻ 1 ലക്ഷം റുപ്യക്ക് 1,10,000 ഒരു 13 സെന്റ് സ്ഥലം വാങ്ങി അവിടെ ഞാൻ വീടുണ്ടാക്കി എന്ന് വെച്ചാൽ അന്ന് 2001 ഞാൻ വന്ന് 2001 ഞാൻ സ്ഥലം വാങ്ങി, 13 സെന്റ് സ്ഥലം വാങ്ങി. അത് എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെ കിട്ടണമെങ്കിൽ ഞാനൊരു ചെറിയ അന്ന് നമുക്ക് വീടൊക്കെ ഉണ്ടാക്കാൻ കല്ല് വെട്ട് കുഴിയെന്നറിയില്ല, കല്ല് കൊത്തിയ സ്ഥലമായിരുന്നു. കല്ല് വെട്ടിയെടുത്ത സ്ഥലം, കുറെ വെട്ടുകൾ കുത്തിയെടുത്ത സ്ഥലത്ത് ഞാൻ അവിടെ അത്രയും എല്ലാവരും ആൾക്കാരും ഞാൻ എങ്ങനെ വീടുണ്ടാക്കി, ഇവന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടാകുന്നൊക്കെ. എന്നാൽ നമ്മളെ ആ ഇതുകൊണ്ട് വീട് അവിടെ എനിക്കൊരു വാശിയായിരുന്നു, ഞാൻ വീട് ഉണ്ടാക്കണം എന്നുള്ളത്. ഇത്രയും പൈസ മുടക്കിയിട്ട് അന്നൊന്ന് കല്ലോട്ട്, ഇന്നൊക്കെ പില്ലറും കാര്യങ്ങളൊക്കെ വാർത്ത് വീടുണ്ടാക്കാം. അന്ന് ഞാൻ കല്ലോട്ട് കുഴിയിൽ അടിയിൽ നിന്ന് മണ്ണ് മാന്തി എടുത്തിട്ട് ആദ്യം പിന്നെ ബേസ് ഇട്ട്, അതിന് ശേഷം അവിടെ മണ്ണടിച്ച് വീണ്ടും വെള്ളമടിച്ച് അതിൻ്റെ മുകളിലും തറയിട്ട്, അങ്ങനെ ഒരു 2-3 ആളെ ഹൈറ്റിൽ കരിങ്കല്ല് കൊണ്ടുവന്നിട്ട് തറയാക്കി എടുത്തു. ഓക്കെ, അതിലോട്ടെല്ലാം നമുക്ക് വരാം. അങ്ങനെ വൈഫ് ചോദിച്ചോ പട്ടാളത്തിലെ സർവീസ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഭാര്യ അറിഞ്ഞോ? ഇല്ല, ഭാര്യ അന്ന് പിന്നെ അല്ല, വീണ്ടും ഞാൻ പോകണ്ടേ, എൻ്റെ പേപ്പർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയില്ലായിരുന്നു. പെൻഷൻ ആണെങ്കിലും കൂടിയിട്ട് കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. യൂണിറ്റിൽ തിരിച്ചു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും MH പോയതിന് ശേഷം പിന്നെ അവിടുന്ന് എൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഓക്കെ ആയതിനു ശേഷം ഏകദേശം പെൻഷൻ വരികയെന്ന എല്ലാ പേപ്പറും ആക്കിയിരുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ MH പോയിട്ടുണ്ട്. വീണ്ടും ഞാൻ നാട്ടിൽ വന്ന് അന്നിപ്പം പെൻഷൻ എല്ലാവരും വരുമ്പോൾ വരുന്നത് ആരിപ്പം അറിയുന്നില്ലല്ലോ പെൻഷൻ വന്നെന്താ. ഞാൻ ഇങ്ങനെ പരിക്ക് പറ്റിയ ആളെന്ന നിലയ്ക്ക് പെൻഷൻ വന്നു. എന്നിട്ടും കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുമായിരുന്നു, ഇങ്ങനെ പരിക്ക് പറ്റിയ ആളെ നിർത്തുന്നുണ്ടല്ലോ. ഞാൻ പരിക്ക് പറ്റിയ ആളെ നിർത്തുന്നുണ്ട്, അപ്പം നമുക്ക് ഈ ആനുകൂല്യം തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വന്നത്. ഓപ്പറേഷൻ വിജയ് ഉൾപ്പെട്ടാണ് പിന്നെ പെൻഷൻ തന്നെ നമുക്ക് തരാമെന്ന്. ഇപ്പോൾ 2 പെൻഷൻ, അതായത് പിന്നെ ഡിസേബിലിറ്റി പെൻഷനും സർവീസ് പെൻഷനും. അതിപ്പോൾ നാട്ടിൽ വന്ന് ഞാൻ ഒരു ക്ലർക്കെല്ലാം വന്ന് ഒരു 3 വർഷത്തിന് ശേഷമാണ് ശരിക്കും നമ്മളെ പൈസയും കാര്യങ്ങളും പെൻഷനൊക്കെ ആയി വന്നത്. 3 വർഷത്തിന് ശേഷം 91 വന്നപ്പം 93 ഇത് കാര്യങ്ങളൊക്കെ വന്നത്, പൈസയും കാര്യങ്ങളൊക്കെ. പിന്നീട് തിരിച്ച് യൂണിറ്റ് പോയിട്ട് എത്ര കാലം? പിന്നെ അവിടുന്ന് പിന്നെ 1 വർഷത്തിന് ശേഷം ഞാൻ യൂണിറ്റുകളിലും പോയില്ല. ഞാൻ പോയത് ARC സെന്ററിൽ പോയി. നമ്മളെ സർജിക്കൽ ബൂട്ട് ഉണ്ടല്ലോ, നമ്മൾ ബൂട്ടിന് വേണ്ടിക്കൊണ്ട് അന്ന് അവിടെ പോയിട്ട് അളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബൂട്ട് അവിടെ നിന്ന് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് 1 പ്രാവശ്യം ARC സെന്ററിൽ പോയിട്ട് അവിടെ ഒരാഴ്ച താമസിച്ചിട്ടുണ്ട്.
താമസിച്ചതിന് ശേഷം നമ്മളെ അളവും കാര്യങ്ങളൊക്കെ അവിടെ ഓഫീസിലുണ്ടാവും. ഇനി എന്നോട് പറഞ്ഞു നിങ്ങൾ വരുമൊന്നും വേണ്ട, നിങ്ങളെ ഒരു ലെറ്റർ അയച്ചാൽ മതി, നിങ്ങളെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങളെ അളവും ഉണ്ട്, നിങ്ങൾ സർജിക്കൽ ബൂട്ട് എല്ലാ വർഷവും അയച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് പ്രകാരം ഞാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ നാട്ടിൽ എൻ്റെ വീട്ടിൽ 2003 ഞാൻ വീട്ടിൽ താമസിച്ചതിന് ശേഷം 2005 ഞാൻ അന്ന് ജോലിക്ക് വേണ്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. നമ്മൾ യുദ്ധത്തിൽ പരിക്കും, എല്ലാവരും പറയും യുദ്ധത്തിൽ പരിക്ക് പറ്റിയ ആളല്ലേ, വേഗം ജോലി കിട്ടും, എവിടെ ജോലി കിട്ടാൻ, ആര് തരാൻ. അപ്പോൾ ഞാൻ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ട്, MP കണ്ട്, MLA കണ്ട്, ഒരുപാട് നേതാക്കന്മാരെ തിരുവനന്തപുരത്ത് പോയി, ചീഫ് സെക്രട്ടറിയെ കണ്ട്. അപ്പം പറഞ്ഞു, ഇത് നിയമപ്രകാരം നിങ്ങൾക്ക് നേരിട്ട് ജോലി തരാനുള്ള ഒരു സംവിധാനവും ഇപ്പോൾ ആയിട്ടില്ല, ഒരു ഓർഡർ വന്നിട്ടില്ല. സാധാരണ പട്ടാളക്കാർക്ക് PSC എഴുതി അതിലുള്ള മാർക്ക് അളവേ നിങ്ങൾക്കുള്ളൂ. അല്ലെങ്കിൽ അന്ന് എനിക്ക് 40% ഡിസേബിലിറ്റി വന്ന്, പട്ടാളം 40% തന്നുള്ളൂ. അപ്പോൾ അന്ന് നാട്ടിൽ നേരിട്ട് ജോലി കിട്ടണമെങ്കിൽ 60% ഡിസേബിലിറ്റി ഉള്ളവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ 40% ഉള്ളവർക്ക് കിട്ടില്ല. അപ്പം നമ്മൾ അല്ലാത്ത രീതിയിൽ ഇപ്പം എന്തായാലും നമ്മൾ ചെറിയ പെൻഷൻ കൊണ്ടൊന്നും നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. വീടൊക്കെ ആയി, ചെറിയ പൈസയും കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നിറവേറ്റണ്ടേ. അതിനുശേഷം ഞാൻ നാട്ടിൽ ചെറിയൊരു കച്ചവടം തുടങ്ങി, ഒരു മസാല കച്ചവടം, പീടിയ കച്ചവടം. 2005 അത് തുടങ്ങി. 2007 അത് തുടങ്ങിയ ശേഷം നമ്മളിങ്ങനെ കടയിൽ വരും. അപ്പം എനിക്ക് അതൊരു ശാശ്വതമായി തോന്നില്ല. ഞാനും എൻ്റെ സുഹൃത്തുണ്ടായി, ഞങ്ങൾ ഷെയറായിട്ട് തുടങ്ങി. അത് നല്ല രീതിയിലൊക്കെ 3-4 വർഷം പോയി. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഈ ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ പ്രയാസങ്ങളും കാര്യങ്ങളും, നടക്കാനും പിടിക്കാനും ഒന്നും കുഴപ്പമില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് 1-2 മെഡിക്കൽ കോളേജ് സെക്യൂരിറ്റി ജീവനക്കാർ 1-2 ആളുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ചെയ്യാൻ പറ്റുമോ മെഡിക്കൽ സെക്യൂരിറ്റി? ഞാൻ പറഞ്ഞു, എന്താ ചെയ്യാൻ പറ്റാണ്ട്, ഞാൻ ചെയ്യും തന്നെ. അങ്ങനെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ പിന്നെ ഈ ഡിസേബിലിറ്റി നമ്മൾ സർജിക്കൽ ഷൂട്ട് നടന്നാലും ഒന്നും അറിയില്ല, നമ്മൾ കാലിക്ക് പരിക്കുണ്ടോ കാര്യങ്ങൾ, ചെറിയൊരു മുടന്തേ ഉള്ളൂ. അപ്പം അന്നത്തെ കാലത്ത് പിന്നെ 2012 ഞാൻ മെഡിക്കൽ കോളേജിൽ പിന്നെ ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ അതിന് ശേഷം എന്നെ അവിടെ എടുത്തുട്ടോ, സെക്യൂരിറ്റി ജീവനക്കാരനെ എടുത്തു. അപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു, ഈ സെക്യൂരിറ്റിനെ കാലും ഇല്ലാത്ത ആളാണല്ലോ, ചെയ്യാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ, പിടിക്കാൻ പറ്റുമോ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ കുറേ ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. കാരണം അപ്പം നമ്മൾ മെഡിക്കൽ ഒരു ഗവൺമെൻറ് സ്ഥാപനമാകുമ്പോൾ ഓവറായിട്ടുള്ള അങ്ങനത്തെ ഡ്യൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് വലിയ ഇതൊന്നുമില്ല. നിൽക്കാൻ എനിക്ക് ആകുകയും ചെയ്യും, നടക്കാനും പറ്റും. നമുക്ക് ഓടാനോ ചാടാനോ മരം കയറാനോ ആടുള്ളൂ, വേറെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സെക്യൂരിറ്റി ജീവനക്കാരെ അവിടെ ജോയിൻ ചെയ്തു മെഡിക്കൽ കോളേജിൽ. അപ്പം പിന്നെ നമ്മളൊരു വൈകല്യം ഇപ്പം ആരെയും അറിയിക്കാൻ നമ്മൾ കേട്ടില്ല. അപ്പം ചോദിക്കുക എന്താ പറ്റുക, അത് പിന്നെ യുദ്ധത്തിൽ പറ്റിയാന്ന്. അപ്പം നാട്ടുകാർക്ക് പിന്നെ കുറേ ആൾക്കാർക്കൊക്കെ എന്നെ പറ്റി അറിയാം, കുറേ ആൾക്കാർക്ക് അറിയില്ല എന്താണെന്ന്. പിന്നെ പട്ടാളക്കാർക്ക് അധികവും എക്സ് സർവീസുമാരാണ് അവിടെ ഉണ്ടാവുക. അവർക്ക് പട്ടാളത്തിൻ്റെ കാര്യം, അവർക്ക് ഇതായിട്ട് ഒരു പല യുദ്ധങ്ങളും അതും ഇതും ഒക്കെ കാണുന്നല്ലേ. അപ്പം അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ നമ്മളെ സഹപ്രവർത്തകർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഡ്യൂട്ടി എടുത്ത് ഞാൻ ഇപ്പോഴും 14ാമത്തെ വർഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജീവനക്കാരായി ഇപ്പോഴും തുടർന്നു പോരുന്നു. വെരി ഗുഡ്. അതിനുശേഷം എന്താ വെച്ചാൽ 2015 മുന്നേ വന്ന ആൾക്കാർ അവിടെ പെർമനൻറ്റുമാണ്. 65 വയസ്സ് വരെ നമുക്കവിടെ ജോലി ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ച ആകുന്ന കാലത്തോളം ഞാൻ പോവും, എനിക്ക് ആവാന്ന് തോന്നുമ്പോൾ ഞാൻ അത് എഴുതി കൊടുത്ത് പോരും. അതാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇപ്പോഴും ഞാൻ നിങ്ങളെ മീഡിയ പറഞ്ഞല്ലോ നാളെ രാവിലെ വരാൻ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നാളെ രാവിലെ ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരത്തേക്ക് ഇപ്പോഴേക്ക് നിങ്ങളെ. ഇല്ല, ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, തിരിച്ച് കഴിഞ്ഞ സംഭവങ്ങളെ പറ്റിയെല്ലാം തിരിച്ച് ഒന്ന് ആലോചിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്ന ഒരു അഭിമാനമായിട്ട് എനിക്ക് തോന്നുന്നത്. അഭിമാനമായി തോന്നുന്നുണ്ട്. അതെ. ആഫ്റ്റർ സർവീസിന് മുന്നേ ഉള്ളതും ആഫ്റ്റർ സർവീസിന് ശേഷമുള്ളൂ. അതിന്റെ പരിഗണന നിങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ കിട്ടാറുണ്ടോ?
അതായത് പുറത്ത് പോകുമ്പോൾ പരിഗണന നമ്മൾ എന്ന് പറഞ്ഞാൽ പരിഗണന കിട്ടാറില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. പരിഗണന ഇതായിട്ട് പരിഗണന നമ്മൾ നാട്ടിലൊക്കെ അറിയുന്ന ആൾക്കാർ കാറിയിൽ ഇതൊരു പങ്കെടുത്ത ആളാന്നുള്ള ഒരു ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുണ്ട്. ഒരു നമ്മളെ ഒരു ആഗസ്റ്റ് 15 വരുമ്പോൾ, റിപ്പബ്ലിക് ഡേ വരുമ്പോൾ, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ പരിപാടിയൊക്കെ വരുമ്പോൾ നമ്മളെ ക്ഷണിക്കും, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പട്ടാളത്തിൻ്റെ ഈ സോൾജർ ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിലയും തരില്ല അവർ. സോൾജർ ബോർഡിലെ ആൾക്കാർ നമ്മൾ ചെന്നൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് തരാൻ ഒരു സന്നദ്ധരല്ല. നമ്മളെ കൊണ്ട് കുഴക്കമുള്ളവർ. നമ്മളിപ്പോൾ അവരെ നമ്മളിവിടെ അറിയിക്കുകയില്ല. അല്ലെങ്കിൽ സോൾജർ ബോർഡിൽ അവിടെ എംപ്ലോയ്മെന്റ് ഉണ്ട്, നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വികലാംഗനായി വന്ന ആളാണ്, ഡിസേബിൾഡ് ആയിട്ട് വന്ന ആൾ, ഒരു പരിഗണനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയോ കാര്യങ്ങളോ നമ്മളെ വിളിക്കുന്നതുമില്ല. നമ്മൾ എന്തൊരു കാര്യങ്ങൾക്ക് പോയാലും ഒരു 100 കുറ്റം കണ്ടെത്തും. അല്ലെങ്കിൽ നിങ്ങൾ ഈ പേപ്പറില്ല, നിങ്ങൾ ആ പേപ്പറില്ല, ആ ഇതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇതാക്കുകയാണ്. മാനസികമായി തളർത്തുന്ന ഒരു പരിപാടിയാണ് ഈ സോൾജർ ബോർഡ് ചെയ്യുന്നത്. ഉറപ്പാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് സോൾജർ ബോർഡ് പോയി കഴിഞ്ഞാൽ എനിക്ക് അനുഭവം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അവരും ചിലപ്പം പട്ടാളക്കാരായിരിക്കാം. അവർ ചിലപ്പം വിചാരിക്കുന്നുണ്ടാവും ഇയാൾ എഴുന്നോ വന്ന എന്തോ എങ്ങനെയോ പറ്റിയെന്നാണ്. അന്ന് ഒരു നമ്മളെ പേപ്പർ നോക്കാനോ അത് ഒരു പരിഗണനയല്ല. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നിരിക്കുന്നവരോടൊക്കെ പറയില്ല. നമ്മളിട്ട് അറിയിക്കുന്നില്ല. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അറിയണ്ടാകില്ല. നമ്മൾ ചിലപ്പോൾ നമ്മളെ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കുമ്പോഴേക്കും ഇയാൾക്ക് ഇങ്ങനെ പറ്റിയ ആളാന്ന് പറയുന്നത്. അപ്പോൾ എവിടെ നിന്ന് പറ്റിയ എന്ത് പറ്റിയ പിന്നെ അതിനെ പറ്റിയൊന്നുമില്ല. അത് ഭയങ്കര മാനസിക പ്രയാസമാണ്. അതൊരു പ്രയാസമാണ്. എങ്കിലും രാജ്യത്തിന് വേണ്ടി ഇത്രയും വലിയ സേവനം അനുഷ്ഠിച്ച ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ജനങ്ങൾക്കും നിങ്ങളോട് സ്നേഹവും ബഹുമാനവും വളരെ കൂടുതലാണ്. അതെന്തോ ജനങ്ങൾക്ക് വളരെ നല്ല ബഹുമാനവും കാര്യങ്ങളൊക്കെയാണ്. നാട്ടുകാരായാലും എന്താ വെച്ചാൽ കാർഗിൽ യുദ്ധത്തില് പങ്കെടുത്ത് ഇങ്ങനെ പരിക്ക് പറ്റി, ഇങ്ങനെ ഫിസിക്കലി ഒരു ഹാൻഡിക്കേപ്ഡായി വീണ്ടും ധൈര്യം കൈവിടാതെ കഴിഞ്ഞ 12 വർഷമായി അല്ലേ ജോലി? അതായത് ഞാൻ പട്ടാളത്തിൽ 12 വർഷം, പക്ഷെ അതിലും കൂടുതൽ അല്ല. ഇപ്പൊ ഇവിടെ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അതും ഞാൻ ഒരാളെ അതായത് ഞാനിങ്ങനെ വൈകല്യമുള്ള ആളാണ്, എനിക്ക് അതാക്കി തരണം ഇതാക്കി ഞാൻ ആരോടും പറയാറില്ല. എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അതെ, ചില കാര്യങ്ങൾ കുറേ ഡ്യൂട്ടി എടുത്ത് നടന്നോ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ മുൻഭാഗത്ത് പൊട്ടലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളെ ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ചെറിയ ഡ്യൂട്ടി മാറ്റി തരുന്ന പറഞ്ഞാൽ അതൊക്കെ ഓക്കെ. ഇപ്പോൾ നിങ്ങൾ യൂണിറ്റ് വിട്ടു വന്നിട്ട് എത്രയും വർഷമായി? അതെ. നിങ്ങളുടെ കൂടെ ജോലി ചെയ്തിട്ട് ഇപ്പോഴും ചിലപ്പോൾ സർവീസിൽ ഉണ്ടാവാം. ഇല്ലല്ലോ സാർ, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കുറെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത പട്ടാളക്കാർ കാണും അല്ലേ? എക്സ് സർവീസ്മാൻമാർ കാണും. ആ ഫ്രണ്ട്സിനോടും ആ കൂട്ടുകാരോടും കൂടെ ജോലി ചെയ്തവരോടും അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് എനിക്ക് അഭിമാനമുള്ള അവരായിട്ട് അത് അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, എന്നിട്ട് കൂടിയിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ ഫോണും കാര്യങ്ങളൊക്കെ കണ്ടെത്തി, നമ്പറൊക്കെ കണ്ടെത്തി ഇപ്പോഴും അവരായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഇപ്പോഴും പഞ്ചാബി നമ്മളെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 118 എഞ്ചിനീയർ, ബോംബെ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ അധികവും പഞ്ചാബീസും മറാഠീസാണ്. നമ്മളെ ഈ ഉത്തരേന്ത്യക്കാർ, സൗത്ത് ഇന്ത്യക്കാർ വളരെ കുറവാണ്. അപ്പോൾ ഒരു 20% സൗത്ത് ഇന്ത്യക്കാരുണ്ടാവും. ബാക്കി 40% മറാഠീസും 40% പഞ്ചാബീസുമാണ്. അവരെപ്പോഴും എന്നെ വിളിക്കുക. നല്ല കാര്യം, എന്നോട് വളരെ സന്തോഷം കാര്യം, എന്നെ വിളിക്കൂ. എന്തായാലും സന്തോഷകരമായിട്ട് ഇരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നായക് അശോകൻ കാർഗിൽ യുദ്ധത്തിൽ മൈൻ ബ്ലാസ്റ്റ് ചെയ്ത് കാൽപാദം നഷ്ടപ്പെട്ട് ഒരുപാട് സാഹസങ്ങൾ നേരിട്ട് ഇന്നിപ്പോൾ ആ മനോധൈര്യം കൈവിടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും നമ്മുടെ എക്സ് സർവീസ്മാൻ, ഇപ്പോൾ സൈന്യത്തിൽ ലൈവായി ജോലി ചെയ്യുന്നവർ എല്ലാവർക്കും വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു. അപ്പോൾ ഒരുത്തൽ അറ്റാച്ചഡും ചെയ്തു, ഒരു ജനറേറ്റർ റൂമിൽ അറ്റാച്ചഡും ചെയ്തിട്ട് ട്രെയിനിങ്ങിന് ഈ ബർഫ് കയറാനുള്ള ട്രെയിനിങ്ങിന് അയച്ചു.